മുംബൈയിൽ നിന്ന് ദുഃഖകരമായൊരു വാർത്ത. മുംബൈയിൽ ആയിരങ്ങൾ ആരാധിച്ചിരുന്ന സഭാ ഹാൾ അധികൃതർ പൊളിച്ചുമാറ്റി. മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വസായ് ജില്ലയിലെ നൈഗാവ് ഈസ്റ്റിൽ പാൽഘർ എന്ന് പറയുന്ന സ്ഥലത്ത് ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആശിഷ് പ്രാർത്ഥന കേന്ദ്രം എന്ന പേരിലുള്ള സഭയുടെ ആരാധനാലയമാണ് അധികൃതർ പൊളിച്ചു നീക്കിയത്. മെയ് 29-നാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ പ്രാർത്ഥനാലയം ഇടിച്ചു നിരത്തിയത്. ആയിരക്കണക്കിന് വിശ്വാസികൾ ആരാധനയ്ക്കെത്തുന്ന ഈ സഭയിൽ കഴിഞ്ഞ ഞായറാഴ്ച ബജ്രംഗ് ദളിൻ്റെ ഒരു കൂട്ടം പ്രവർത്തകർ ഇരച്ചു കയറുകയും ആരാധന തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംഘർഷം ഒഴിവാക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വസായ് വിരാർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ഈ സഭയിൽ അന്വേഷണം നടത്തുകയും 24 മണിക്കൂറിനകം ഇത് നിങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് കത്ത് നൽകുകയും ചെയ്തത്. തൊട്ടടുത്ത ദിവസം, അതായത് 24 മണിക്കൂർ തികയുന്നതിനു മുൻപേ ഈ ബുൾഡോസറുമായി മുനിസിപ്പൽ അധികൃതർ എത്തുകയും വലിയ പോലീസ് സന്നാഹത്തോടെ വന്ന് ആ കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കുകയുമായിരുന്നു. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം എന്ന നിലയിലാണ് ഇത് പൊളിച്ചിരിക്കുന്നതെന്നാണ് മുനിസിപ്പൽ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഇതുപോലെയുള്ള ഗാവുകളിൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഒന്നും അനുമതിയില്ലാതെ നിർമ്മിക്കാറുണ്ട്. അവയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഈ പള്ളി പണിയുവാനായിട്ട് മുനിസിപ്പാലിറ്റി അനുമതി നൽകാത്ത ഒരു പ്രത്യേക സാഹചര്യം കൂടെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഒരു ചെറിയ ഷെഡ് വെച്ച് ആരാധന ആരംഭിക്കുകയും പിന്നീട് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്ത് ഇതിന് കെട്ടിട നമ്പർ 8 ലഭിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ ഇപ്പോൾ ഇടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രാർത്ഥനാ കേന്ദ്രം നടന്നിരുന്നത് സ്ഥലം, ഇതിൻ്റെ ഉടമസ്ഥാവകാശം നിലനിൽക്കുന്നത് സഞ്ജയ് അനന്ത് മോക്കൽ, നരേഷ് സുന്ദർലാൽ ജെയിൻ, അസ്മിത രമേഷ് ദൽവി എന്നീ 3 പേരുടെ പേരിലാണ്. ആ പ്രോപ്പർട്ടിയുടെ നമ്പർ JC01/1806/6 എന്നുള്ള നമ്പറിലുള്ള കെട്ടിടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം ഇതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് പറയുന്നത് മഹാരാഷ്ട്രയിലെ കണക്കുകൾ അനുസരിച്ച് 30 ഗുണ്ട സ്ഥലം, അതായത് ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവർക്കുള്ളത്. ആ സ്ഥലത്താണ് ഈ കെട്ടിടം പണിതിരുന്നത്. അവിടെ ദീർഘനാളുകളായിട്ട് ആരാധന നടന്നു വരികയാണ്. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ എഞ്ചിനീയർ വന്ന് ഈ കെട്ടിടം പരിശോധിക്കുകയും ഇത് അനുമതികൾ കൂടാതെ നിർമ്മിച്ച കെട്ടിടമാണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൊളിച്ചു നീക്കുവാനായിട്ട് ഇപ്പോൾ സർക്കാർ തയ്യാറായത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തയ്യാറായതും മുന്നോട്ട് വന്നതും അങ്ങനെ പൊളിച്ചു നീക്കിയതും. ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥർക്ക്, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർക്ക് നൽകിയ ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ പറയുന്നത് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. പരിശോധിച്ചപ്പോൾ ഷെഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ പ്രസ്തുത സ്ഥലത്ത് പൂർത്തിയാക്കിയ നിർമ്മാണത്തെക്കുറിച്ച് യാതൊരു അനുമതികളും വാങ്ങിയിട്ടില്ലെന്ന് പ്രഥമ ദൃഷ്ടിയാൽ നിരീക്ഷിക്കപ്പെട്ടു. ഈ നിർമ്മാണം നോൺ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയി, അതായത് JC01/1806/6 എന്ന കെട്ടിട നമ്പറോടെ ഇത് ലഭിച്ചിട്ടുണ്ട്. എന്നാലും അനധികൃത നിർമ്മാണം എന്നുള്ള നിലയിൽ 24 മണിക്കൂറിനകം ഈ കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കുകയും അത് ബന്ധപ്പെട്ട ഓഫീസിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഈ നോട്ടീസിലുള്ളത്. എന്നാൽ ആ നോട്ടീസോ അതിൻ്റെ കാലാവധിയോ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അധികൃതർ വന്ന് ഇത് പൊളിച്ചു നീക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ സമീപകാലത്ത് അതിശക്തമായ കർശനമായ വ്യവസ്ഥകളോടെ മതപരിവർത്തന നിരോധന നിയമം പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് പതുക്കെ അവർ ഇംപ്ലിമെൻ്റ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബജ്രംഗ് ദൾ പോലെയുള്ള തീവ്ര ഹൈന്ദവ സംഘടനകൾ മതപരിവർത്തനത്തിനെതിരെ, ക്രൈസ്തവർക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ സംഘടിതമായി ഇതുപോലെ ഗാവുകളിലും മറ്റും പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ സഭകൾക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ ഈ ആശിഷ് പ്രാർത്ഥനാലയത്തിന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കേണ്ടത്. ഈ ആശിഷ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകനാണ് ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു മഹാരാഷ്ട്ര ജനിച്ചു വളർന്ന മഹാരാഷ്ട്രക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആരംഭിച്ച ഈ സഭയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് വന്ദന കൊലാസ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഈ സഹോദരിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ആരാധന നടന്നു വരുന്നത്. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന, ധാരാളം ആളുകൾ കടന്നു വരുന്ന, ആയിരക്കണക്കിന് ആളുകൾ കടന്നു വന്ന് ആരാധിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഭയാണിത്. അവിടെ ഇവർക്ക് ഇതൊരു മറാഠ സഭയാണ്. ഹിന്ദിയിലും മറാഠയിലുമാണ് അവിടുത്തെ ആരാധനകളും മറ്റും നടന്നുകൊണ്ടിരുന്നത്. പ്രാദേശികമായി രൂപപ്പെട്ടു വന്ന ഒരു സഭ. അതിന് മലയാളികളുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. മലയാളി മിഷണറിമാരോ മലയാളികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സഭയേ അല്ല. പ്രാദേശികമായി വളർന്നു വന്നൊരു സഭ. ഇതുപോലെ ധാരാളം സഭകൾ മഹാരാഷ്ട്രയുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം സഭകളുണ്ട്. പലതും ആയിരക്കണക്കിനെ അംഗങ്ങൾ ഉള്ള ആളുകൾ പങ്കെടുക്കുന്ന സഭകളാണ്. ഇത്തരം സഭകളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ബജ്രംഗ് ദളിനെ പോലെയുള്ള സംഘടനകളും പ്രവർത്തകരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവർ സംഘടിതമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നു. നിയമത്തിൻ്റെ സഹായത്തോടുകൂടെ ഇത്തരം സഭകളെയും വിശ്വാസ പ്രസ്ഥാനങ്ങളെയും ക്രൈസ്തവരുടെ മുന്നേറ്റങ്ങളെയും ഇല്ലാതെയാക്കാൻ പറ്റും എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ സംഘടനകളെ നയിക്കുന്നത്. ഇങ്ങനെ താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടങ്ങളോ ഷെഡുകളോ ആരാധനാലയങ്ങളോ പൊളിച്ചു നീക്കിയാലും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ ക്രൈസ്തവർക്കെതിരെ നടന്ന മുന്നേറ്റങ്ങളുടെ എല്ലാം ചരിത്രം, അല്ലെങ്കിൽ അതിങ്ങനെയെല്ലാം നടന്ന നീക്കങ്ങൾ, എതിർപ്പുകൾ, അതിൻ്റെയെല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മാറി വരുന്ന പ്രത്യേക സാഹചര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ഈ സംഭവം സംബന്ധിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ അനിൽ, ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്, അദ്ദേഹം നൽകിയ ഒരു റിപ്പോർട്ട്, ഒരു വോയിസ് നോട്ട് കേൾക്കുക. ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഈ സഭ, അവിടുത്തെ വിശ്വാസികൾ, അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ വന്ദന കൊലാസയുടെ പ്രാർത്ഥനാ മീറ്റിങ്ങിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്കതും കാണാവുന്നതാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായി ഉണ്ടാകണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. പാസ്റ്റർ അനിൽ, മുംബൈയിൽ നിന്ന്. കഴിഞ്ഞ ഞായറാഴ്ച 24/5/26 ഒരു ചർച്ചിന് മേൽ ബജ്രംഗ് ദളിന് വലിയൊരു അറ്റാക്ക് ഉണ്ടായി. ആശിഷ് പ്രാർത്ഥനാ കേന്ദ്ര അത് നടത്തിക്കൊണ്ടിരുന്നത് വന്ദന കൊലാസെ എന്ന പറയുന്ന സിസ്റ്ററും അവരുടെ ടീമുമാണ്. വലിയൊരു അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു. 28/5/26 അവർ നോട്ടീസ് കൊടുത്തു. ഇത് ചർച്ച് പൊട്ടിച്ചാളണം, 24 മണിക്കൂറത്തെ നോട്ടീസ്. ഇന്ന് 29-ാം തീയതി രാവിലെ അവർ വരികയും പോലീസും എല്ലാ സന്നാഹങ്ങളും കൂടെ വന്നിട്ട് അത് പൊട്ടിച്ചളയുകയും ചെയ്തു. അത് ചർച്ചിന് നേരെയുള്ളൊരു വലിയ അറ്റാക്കാണ്. അത് ദൈവജനം എല്ലാവരും പ്രാർത്ഥിക്കുക. മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിലും പ്രോബ്ലമുണ്ട്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കുക.